സ്ത്രീകളോടൊക്കെ വേണം, കുറെ പുരുഷന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രാത്രി ആയിക്കഴിഞ്ഞാൽ വീട്ടില് എത്തുമ്പോ, രാത്രി വീട്ടിലെത്തുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ചെറിയ പണിയുണ്ട്. എന്താ? വീട്ടില് ചിലപ്പോ നിങ്ങൾ രാത്രി എത്തിയ നേരം ഒന്ന് അടുക്കളയിൽ ഒന്ന് പോയി നോക്കുക. അടുക്കളയിൽ പോയി നോക്കിയാൽ മിക്കവാറും വീടുകളിൽ വാഷിംഗ് ബേസിനിൽ കുറച്ച് പ്ലേറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം രാവിലെ മുതൽ പണിയെടുക്കുന്ന സഹോദരിമാർ രാത്രി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് കൊടുത്തിട്ട് ക്ഷീണം കൊണ്ട് തളർന്നു ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ആ ഭക്ഷണം കഴിച്ച പ്ലേറ്റും മീൻ്റെ മുള്ളും കോയിന്റെ എല്ലാം ഒക്കെ അവിടെ തന്നെ വാഷിംഗ് ബേസിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും. പുറത്ത് വന്നിട്ട് നിങ്ങൾ നേരെ വന്നിട്ട് ആ പ്ലേറ്റിലുള്ള മുള്ളുകളും എല്ലുകളൊക്കെ ഒന്ന് എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വീടിന്റെ പുറത്ത് പൂച്ച കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് പൂച്ചകൾ നമ്മുടെ വീടിന്റെ ചുറ്റിലും വരാറുണ്ട്. ആ പൂച്ചകളൊന്നും വെറുതെ ഇരിക്കുന്ന പൂച്ചകളല്ല. ആ പൂച്ചകളൊക്കെ നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴികൾ കൂടിയാണ്. എപ്പോഴും മനസ്സിലാക്കണം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു നേരം വെളുത്താൽ അവരെ ആരാധനകളൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി ഖുബ്സ്, റൊട്ടി, പത്തിരി ഉണ്ടാക്കിയിട്ട് ആ പത്തിരിയെ ചെറിയ കഷ്ണങ്ങളാക്കി വീടിന്റെ ചുവരിലൂടെ ഇങ്ങനെ എഴിഞ്ഞു പോകുന്ന ഉറുമ്പിന്റെ കൂട്ടങ്ങൾ, ആ ഉറുമ്പിന്റെ കൂട്ടങ്ങൾക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. നമ്മളെ വീടിന്റെ അടുത്തുകൂടി ഉറുമ്പ് ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ആ ഉറുമ്പുകൾ നിങ്ങൾക്കുള്ള സ്വർഗത്തിന്റെ വഴികളാണ്. നിങ്ങളെ വീട്ടിലെ ഭക്ഷണത്തിന്റെ ചെറിയ ഒരു ഓഹരി അതിന് വെച്ചു കൊടുത്താൽ ഒരിക്കലും നഷ്ടമാവൂല. ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്, വീടിന്റെ ചുറ്റിലിങ്ങനെ നടക്കുന്ന പൂച്ചകളെ തല്ലി ഓടിക്കേണ്ട പൂച്ചകളല്ല. ഇപ്പം പല ആളുകളും ഊട്ടിപ്പൂച്ച എന്ന് പറഞ്ഞ് 15,000 കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിയിട്ട് നല്ല ഇറച്ചി കൊടുക്കുന്ന പൂച്ചയുണ്ട്. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വീടിന്റെ പുറത്തുകൂടെ വരുന്ന പൂച്ചകളില്ലേ, ഈ പൂച്ചകൾക്ക് നിങ്ങൾക്ക് സ്വർഗം തരാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ അമലാണ്. അങ്ങനെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുത്ത് മാത്രം സ്വർഗം കിട്ടിയ മഹാന്മാരുടെ പേര് തന്നെ ഒരുപാടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പൂച്ചയെ കെട്ടിയിട്ടിട്ട് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെടുന്നു. എന്റെ വീടിന്റെ അടുത്തൊരു പാവപ്പെട്ട വിധവയായ ഒരു പാവപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു. മക്കളൊന്നുമില്ല. ആ ഉമ്മ 2 പൂച്ചകളെ വളർത്തിയിരുന്നു. ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ആ ഉമ്മയുടെ വീട്ടിൽ പോവാറുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴെല്ലാം ഉമ്മ ചോറ് തിന്നുന്ന സമയത്ത് ഉമ്മയുടെ മക്കളെ പോലെ പപ്പടം പൊരിച്ചിട്ട് മീൻ പൊരിച്ചിട്ട് പൂച്ചക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. പൂച്ച മക്കളെ പോലെ അവിടെ നിന്ന് തിന്നും. ഒരു അടുത്ത് ആ ഉമ്മ മരിച്ചുപോയി. മരിച്ച ദിവസം ആ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ 2 പൂച്ചകളും മയ്യത്തിന്റെ കൂടെ മനുഷ്യന്മാര് നടക്കുന്നത് പോലെ നടന്ന് പള്ളിക്കാട്ടിലേക്ക് വന്നു. എന്നിട്ട് ഖബറിന്റെ ചുറ്റിലും ദിവസങ്ങളോളം ഇങ്ങനെ കരഞ്ഞ് കറങ്ങി നടന്നു. അതുകൊണ്ട് വീടിന്റെ ചുറ്റിലും വരുന്ന പൂച്ചകളും ഉറുമ്പുകളും ഒക്കെ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നതാ. എന്റെ ഭാര്യയുടെ കുടുംബത്തിൽ ഒരു പ്രായം ചെന്ന ഉമ്മയുണ്ട്. 10-90 വയസ്സ് പ്രായമുണ്ട്. പെരുമുഖം കോയ ഉസ്താദ് എന്ന് പറയുന്ന വലിയ ഉസ്താദ് മരിച്ചുപോയി. അവരുടെ പെങ്ങളാണ്. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോയപ്പോൾ ചായ കുടിച്ച ഗ്ലാസ് ഉണ്ട് അവിടെ തന്നെ കിടക്കുന്ന ചുമരിൽ വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ കുറെ ചായ അവസാന ഭാഗത്തുള്ള ചായ വെള്ളം അവിടെ തന്നെയുണ്ട്. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, അതങ്ങ് എടുത്തു മാറ്റിയാൽ അവിടെ എറുമ്പ് വരുന്നത് ഒഴിവാകൂലേ? അപ്പൊ ആ പ്രായം ചെന്ന ഉമ്മ പറയാണ്, അത് മാറ്റേണ്ടതില്ല. ഇവിടെ വരുന്ന ഉറുമ്പുകൾക്ക് എന്നും ഞാൻ കുറച്ച് ചായ വെക്കാറുണ്ട്. നോക്കണം, പഴയ കാലത്തെ മനുഷ്യന്മാര് ചെറിയ ജീവികളെ വല്ലാതെ സ്നേഹിച്ചു. ആ ജീവികളിലൂടെ സ്വർഗം പ്രതീക്ഷിച്ചു. കോട്ടക്കലിനടുത്ത് കൂരിയാടെന്ന് പറയുന്ന പ്രദേശത്ത് കേരളം കണ്ട വലിയ സാത്വികനായ തേനുലിയാർ പാപ്പ കഴിഞ്ഞുപോയി. മഹാനവറുകൾ ഇങ്ങനെ നടന്നു
കടന്നു പോകുമ്പോ കടയിൽ നിന്ന് മിഠായി വാങ്ങിയിരുന്നു കുട്ടികൾക്ക് കൊടുക്കാന്. ആ മിഠായിയുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു സ്ഥലത്ത് അത് വെച്ച് മൂത്രയിച്ച് തിരിച്ചു വരുമ്പോ അതെടുത്ത് വീട്ടിലെത്തിയപ്പം മിഠായി തുറന്നു നോക്കുമ്പോ അതിൽ ഉറുമ്പിനെ കണ്ടു. സുബ്ഹാനല്ലാഹ്, തേരുലാരി പാപ പറയാണ്, പഠിച്ചോനെ ഈ ഉറുമ്പുകൾ എവിടുന്നാ കേറിയത്? ഇതിന്റെ ബാക്കിയുള്ളവര് പാവങ്ങൾ എടങ്ങറാവുന്നുണ്ടാകും എന്ന് പറഞ്ഞ് ഈ ഉറുമ്പുകളെ മുഴുവനും പൊതിഞ്ഞിട്ട് മൂത്രമൊഴിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഇതൊന്നും ചെറിയ കാര്യമല്ല. മഹാന്മാര് മുഴുവനും സഹജീവികളോട് വല്ലാതെ ഇഷ്ടം പ്രകടിപ്പിച്ചു. അത് സ്വർഗത്തിന്റെ വഴിയായിട്ട് അവര് കണ്ടിരുന്നു. ഇരിക്കട്ടെ, രാത്രി വീട്ടിൽ വന്നാൽ ഈ മീനിന്റെ മുള്ള് കോയിന്റെ എല്ലൊക്കെ എടുത്ത് ബിസ്മി ചൊല്ലിയിട്ട് വാതിൽ തുറന്നിട്ട് വീടിന്റെ പുറത്തുള്ള പൂച്ചക്കിട്ട് കൊടുത്താൽ പൂച്ചക്ക് വലിയ സന്തോഷാവും. പൂച്ചക്ക് വലിയ റാഹത്താ നിങ്ങളോട്. അത് തിരിച്ചു വന്നിട്ട് ആ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെള്ളം കഴുകിയാൽ പ്ലേറ്റിന് സന്തോഷമായി. മഹാന്മാര് പറയാ, ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അത് കഴുകാതെ ഇട്ടാൽ അത് പ്ലേറ്റ് ഭക്ഷണം കഴിച്ചവരെ ശപിക്കുന്നതാണ്. നിങ്ങളെ ഭാര്യമാര് കഴിച്ചതാണെങ്കിൽ ഭാര്യനെ എങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക പ്ലേറ്റ്. അതുകൊണ്ട് ആ പ്ലേറ്റിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നേരം വെളുത്താല് ഭാര്യ ഇങ്ങനെ വന്നോക്കുമ്പോണ്ട് ആ വാഷിംഗ് ബേസിനൊക്കെ നല്ല ക്ലീൻ ആയി പ്ലേറ്റ് ഒക്കെ രാവിലെ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു റാഹത്ത. ഭാര്യക്കും സന്തോഷായി, വീട് മൊത്തം സന്തോഷായി. കാരണം ഭർത്താവിന്റെ രാത്രിയിൽ ഒരു 10 മിനിറ്റ് പണിയാ, വലിയ അധ്വാനമൊന്നുമില്ല. ഞാൻ വയല് കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്നപ്പോ അടുത്ത പ്രവർത്തകരെ വിളിച്ചാൽ, ഉസ്താദെ നിങ്ങളെ വയല് പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നമ്പർ ഒരു ആചാര്യ ചോദിച്ചിരുന്നു. ഞാൻ എന്തേന്ന് ചോദിച്ചു. മൂപ്പര ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് വയൽ തേക്കാനായി കൂട്ടിക്കൊണ്ടോ തിരിച്ചു പോകുമ്പോ ഭാര്യ പറയാ, കേട്ടില്ലേ പ്ലേറ്റഡ് മോരിയുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് മൂപ്പര മുയിലാര നമ്പർ ഒന്ന് കിട്ടണം, എന്നോട് പ്ലേറ്റ് വയ്ക്കാം മൂപ്പരാരാ എന്നൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, എത്ര വലിയ ആചാരാണെങ്കിലും പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഏത് ഖോജയാണെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആയിഷാന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ദിവസം ആയിഷയുടെ കയ്യിൽ ഒരു മാംസത്തിന്റെ കഷ്ണമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ കഷ്ണം പിടിച്ചിട്ടുണ്ട്. ആയിഷ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. റസൂലുള്ള പിടിച്ചു കൊടുത്തിട്ട് ആയിഷ ബീബി മാംസം മുറിക്കുന്നു. എന്തൊരു രസമുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരാണ് ഒന്നാമതായിട്ട് വീട് കുടുംബം സന്തോഷമാവാൻ ഏറ്റവും നല്ല പക്വതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഖൈറുക്കും ലി അഹ്ലിഹി. ഏറ്റവും നല്ല ബാപ്പ ആരാന്നറിയോ? ബാപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മക്കളും ഭാര്യയും വന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ പോവാണോ ഉപ്പേ, എപ്പോഴാ തിരിച്ചു വരിക എന്ന് വരുന്നത് വരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഭാര്യ മക്കളാവണം. അതേസമയം ചില ബാപ്പമാര് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ വീട് സ്വർഗാണ്, വീട്ടിൽ കയറിയാൽ എന്തോ ഒരു സിംഹത്തിന്റെ സ്വഭാവമാണ്. ക്രൂരനായ പിതാക്കന്മാരാവാൻ പാടില്ല. എപ്പോഴും നല്ല സ്നേഹമുള്ള പിതാവാവണം, നല്ല സ്നേഹമുള്ള ഭർത്താവാവണം. എന്റെ സാന്നിധ്യം എന്റെ ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുമ്പോഴാണ് ഞാനൊരു നല്ല ഭർത്താവായി മാറുന്നത്. എന്റെ സാന്നിധ്യം ഭാര്യക്കും മക്കൾക്കും വല്ലാത്ത അസ്വസ്ഥതയാണെങ്കിൽ ഞാനൊരു നല്ല ഭർത്താവല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവിടെയാണ് ഒന്നാമതായിട്ട് കുടുംബ ജീവിതത്തിന്റെ സൗന്ദര്യം ആരംഭിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് സഹോദരിമാര്, ഒരു നല്ല ഭാര്യ എപ്പോഴാ ഉണ്ടാകുന്നത് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, ഒരു പുരുഷൻ ആരോടാണ് ഏറ്റവും കടപ്പാടുള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മുത്ത് നബി തങ്ങളെ മറുപടി അവന്റെ ഉമ്മയോടാണ്. ഒരു
പുരുഷൻ ഉമ്മ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉമ്മമാരോടുള്ള ബഹുമാനം പരമപ്രധാനമാണ്. ആ ഉമ്മമാരുമായിട്ടുള്ള അകൽച്ച ഒരിക്കലും പാടില്ല. പരിശുദ്ധ ഖുർആൻ എത്രയോ അംബിയാഇന്റെ പേരിൽ ഖുർആനിൽ അധ്യായമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം. അതേ സമയം ഖുർആനിലെ 31-ാമത്തെ അധ്യായം മഹാനായ ലുഖ്മാനുൽ ഹകീം എന്ന സാധാരണക്കാരന്റെ പേരിലാണ്. ഒരു സാധാരണ മനുഷ്യനാണ് ലുഖ്മാനുൽ ഹകീം. മിസ്റുകാരനായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പറന്ന മനുഷ്യനാണ്. ആ ലുഖ്മാനുൽ ഹകീം തങ്ങളെ ക്വാളിറ്റി എന്താണെന്നറിയോ? അവിടത്തെ ഉമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ലുഖ്മാൻ സൂറത്തു ലുഖ്മാനിലെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യാ. ലുഖ്മാനുൽ ഹകീം തങ്ങൾ തന്റെ മകന് നൽകുന്ന ഉപദേശം ലോക മുസ്ലിമീകൾക്കുള്ള, ലോക ജനതക്കുള്ള മെസ്സേജ് ആയിട്ട് ഖുർആൻ പറയാൻ കാരണോ ലുഖ്മാനുൽ ഹകീം തങ്ങൾക്ക് ഉമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ അടുത്തേക്ക് രാവിലെ എന്നും പോകും. ഉമ്മയോട് ചോദിക്കുക, എന്താ വേണ്ടത് ഉമ്മ? ഉമ്മ ഇഷ്ടപ്പെട്ട കാര്യം പറയും. ഇഷ്ടപ്പെട്ടത് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സ്വഭാവം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു. ചെറുപ്പക്കാരോട് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോഴേക്ക് 50ഉം 60ഉം വയസ്സുള്ള പ്രായമുള്ള ഉമ്മമാരെ മറന്നുപോവല്ല. എത്ര ചുറുചുറുക്കുള്ള കുടുംബജീവിതം തകർക്കുന്ന കേസുകളാണ്. എന്തേ പ്രശ്നം? ഉമ്മയോട് എന്റെ ഭാര്യക്ക് വല്ലാത്ത വെറുപ്പാണ് ഉസ്താദേ, അതുകൊണ്ട് ഞാൻ ഇവിടെ റൂം എടുത്ത് താമസിക്കാണ്. ഓ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ സ്വർഗമാണെന്നുള്ള ബോധമുണ്ടാവണം. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെയും ഉമ്മയുടെയും ഇടയിൽ പാലം പണിയാനല്ലാതെ ഉള്ള പാലം പൊളിക്കുന്നവളായിട്ട് നീ മാറരുത്. ഭർത്താവിനെ ഉമ്മയിനെ പരമാവധി അടുപ്പിക്കാൻ നോക്കണം. ഭർത്താവിനെ ഉമ്മയും പരസ്പരം സ്നേഹിപ്പിക്കാൻ നോക്കണം. ഭർത്താവ് ഉമ്മയോട് അകലുന്നുവെങ്കിൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് നടത്തേണ്ടവളാണ്. കാരണം നിന്റെ ഭർത്താവിന് സ്വർഗം ലഭിക്കണമെന്ന് നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ദുനിയാവിലെ ജീവിതത്തെക്കാൾ വലുതാണ് ആഖിറം. അവിടെ ഭർത്താവിന്റെ സ്വർഗം ഉമ്മയുടെ കാലിനടിയിലാണ്. ലുഖ്മാനുൽ ഹകീം പറഞ്ഞു, മോനെ എനിക്ക് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരുമോ? ലുഖ്മാൻ തങ്ങൾ അങ്ങോട്ടും പോയില്ല. വൈകുന്നേരമായ ഉമ്മാന്റെ കാലിനടിയിൽ മണ്ണെടുത്തിട്ട് കൊടുത്തു പറഞ്ഞു, ഉമ്മ ഇത് സ്വർഗത്തിലെ മണ്ണാണ്. ഉമ്മമാരുടെ കാലിനടിയിൽ സ്വർഗമുണ്ടെന്നല്ലേ ഇസ്ലാമിക ലോകത്തുള്ള പാഠ്യങ്ങൾ. അതുകൊണ്ട് ആ ഉമ്മയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന സഹോദരന്മാരെ 100 വട്ടം ആലോചിക്കണേ. അതോടൊപ്പം പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു, തന്റെ മകന്റെ ഭാര്യമാരോട് ക്രൂര സമീപനം നടത്തുന്ന ചില ഉമ്മമാരെങ്കിലുമുണ്ട്. എല്ലാത്തിനും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവര്. സ്വന്തം മകളുടെ കല്യാണം നടന്നതും മകന്റെ കല്യാണം നടന്നതും ഫെബ്രുവരിയിലാണ്. മകന്റെ മകള് കല്യാണം ഒപ്പാ നടന്നത് ഫെബ്രുവരിയിൽ. ഏപ്രിൽ മെയ് മാസമായപ്പോഴേക്ക് മകള് ഗർഭിണിയായി, മരുമകളും ഗർഭിണിയാ. ഉമ്മന്റെ പരിപാടി എന്താ? അമ്മ നേരം വെളുത്താല് മകളെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കും, മോളെ അടിച്ചേരട്ടോ, ഊരെ കുമ്പിടട്ടോ, ഡോക്ടർ പറഞ്ഞിട്ടോ, അവിടെട്ടോ ഇവിടെട്ടോ തന്നെ. മകൾക്ക് ഭയങ്കര കൺസൾട്ടിങ്. അതേ തൊള്ളോണ്ടുമ്മ പറയും, ജബ്ബാറെ എന്റെ പെണ്ണുങ്ങളെടെ ഓള് കടക്കുക, അപ്പോളേ കടക്കണോ, ഞാനൊക്കെ എത്ര ആരെ കടന്നത്? അതേ തൊള്ളോണ്ട് അമ്മന്റെ വർത്താനം. സ്വന്തം മകൾക്ക് ഗർഭിണിയായ ഫുള്ള് റെസ്റ്റ്, 3 മാസമായി. ഇനി 1 മാസം ഇവിടെ നിന്നോ, കാരണം അവിടെ നല്ലോണം പണി അധ്വാന എന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞ അവിടെ മരോട് ചോദിച്ചാലോ, ഓ ഒപ്പം തന്നെ വണ്ടി അവള്, ഞാനൊക്കെ 7 മാസത്തിലെ പോയിത് എന്ന് നേരെ തലകുത്തനെ. ഇങ്ങനെ ചിന്തിക്കുന്ന ക്രൂര മനസ്സുള്ള ചില ഉമ്മമാരുണ്ട്.
ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ ആലോചിക്കണം, തൻ്റെ മകന്റെ ഭാര്യക്കുള്ള അതിന്റെ ശരീരം അല്ലെങ്കിൽ തൻ്റെ മകൾക്കുള്ള എന്തൊക്കെ ശരീരമുണ്ട് അതൊക്കെയാണ് തൻ്റെ മകന്റെ ഭാര്യക്കുള്ളത്. ആ ഒരു ബോധം ഉണ്ടായാൽ എല്ലാ പ്രശ്നം തീരും. മകളെ ഈ ചെറുപ്പക്കാരുടെ ഭാര്യമാര് ഉമ്മാനൊന്ന് ഉമ്മ എന്ന് വിളിച്ചാൽ തീരാ മാത്രമേ പ്രശ്നമുള്ളൂ. സ്വന്തം മകന്റെ ഭാര്യയെ മോളെ എന്ന് വിളിച്ചാൽ തീരാ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ വിളിക്കൂല. മനസ്സിങ്ങനെ ഇടുങ്ങിയിട്ട് വല്ലാതെ ഇടുങ്ങിയ മനസ്സുമായി നടന്നാൽ എവിടെ നിന്ന് രക്ഷപ്പെടാനാ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സ്വന്തം മാതാവിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ദുനിയാവിലെ സ്വർഗം നേടിയാൽ ആഖിറത്തിലെ സ്വർഗം നഷ്ടപ്പെടാനുള്ള കാരണമാവരുത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരു പുരുഷൻ ഏറ്റവും വലിയ കടപ്പാട് അവന്റെ ഉമ്മയോടാണ്. ഉടനെ തന്നെ ആയിഷ ബീബിയുടെ ചോദ്യം, ഒരു സ്ത്രീയുടെ കടപ്പാടോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവളുടെ ഭർത്താവിനോടാ. ഒരു പെണ്ണ് ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനോടുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവ് എന്ന് പറയുന്നത് പെണ്ണിന്റെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ഭർത്താവിനോടുള്ള സ്നേഹവും ഭർത്താവുമായിട്ടുള്ള ഐക്യവും ഭർത്താവിനോടുള്ള ആദരവും ഒരു പെണ്ണിന്റെ മഹത്വത്തിന് കാരണമാണ്. അതുകൊണ്ടല്ലേ ലോകത്തിൽ ഏറ്റവും മഹത്വമുള്ള 3 സ്ത്രീകളുണ്ട്. ഒന്നാരാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയം ബീബിയാണ്. രണ്ടാമത്തത് ആസിയ ബീബി റളിയല്ലാഹു അൻഹാ. ഫിർഔൻ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യന്റെ അതിക്രൂരമായ പീഡനങ്ങളേറ്റ് റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് വേണമെന്ന് പറഞ്ഞ ഈമാനിന്റെ പവർ കൊണ്ട് ദുനിയാവിലെ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അതിനെ മുഴുവനും അവഗണിച്ചു മുന്നോട്ടു പോയ ആസിയ ബീബി റളിയല്ലാഹു അൻഹാ. മൂന്നാമത്തേത് ആരാന്നറിയോ? ഹബീബായ മുത്ത് നബി തങ്ങൾക്കെല്ലാം സമർപ്പിച്ച ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, ഈ 3 സ്ത്രീകളിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? പണ്ഡിതന്മാര് പറയുന്നത് ഒന്നാമത്തെ സ്ഥാനം ഖദീജ ബീബിക്കാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഹിറാ ഗുഹയിൽ ജബലുന്നൂറിന്റെ മുകളിലായിരുന്നു ഇരുന്നത്. വവജദക ളാല്ലൻ ഫഹദാ. മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ക് മനസ്സിൽ വന്നു. അല്ലാഹുവിനോട് വല്ലാത്ത താല്പര്യമുണ്ടായി. ജബലുന്നൂറിന്റെ മുകളിലാണ് പലപ്പോഴും മുത്തുനബി ഇരുന്നത്. അങ്ങനെ 40 വയസ്സ് കഴിഞ്ഞപ്പോഴും അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സ്വഭാവം. അപ്പോഴെല്ലാം ഹബീബായ തങ്ങൾക്കതാ വഹി വന്നതിന്റെ ശേഷവും മുമ്പും മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ പ്രായം 55 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഭക്ഷണവുമായിട്ട് ജബലുന്നൂറിന്റെ മുകളിലേക്ക് കയറാറുണ്ട്. ഇന്നത്തേതുപോലെയുള്ള ജബലുന്നൂറല്ല. ഇന്ന് ആർക്കും പോയാൽ അവിടെ കയറാൻ കഴിയും. അവിടെ നല്ല മനോഹരമായ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനികൾ പോയിട്ട് സിമന്റ് തേച്ചിട്ട് നല്ല സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇപ്പൊ ആളുകൾ കയറുന്നത്. അന്ന് 1400 കൊല്ലം മുമ്പ് ഉരുളം പാറക്കല്ലുകളുള്ള ജബലുന്നൂറാണ്. ആ ജബലുന്നൂറിന്റെ മുകളിലേക്ക് ഒരു ദിവസം ഭക്ഷണത്തിന്റെ പാത്രവുമായിട്ടതാ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വരുമ്പോ മുന്നിൽ ഒരു മനുഷ്യനെ കണ്ടു. ഖദീജ ബീവിക്ക് ബേജാറായി, പടച്ചവനെ, എന്റെ ഭർത്താവിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണോ? പേടിച്ചുകൊണ്ട് ഖദീജ ഉമ്മ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഓടിക്കയറുകയാണ്. ഓടിയിട്ട് ഹിറാ ഗുഹയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കെട്ടിപ്പിടിച്ചിട്ട് ഖദീജ ഉമ്മ പറയുന്നു, യാ റസൂലല്ലാഹ്, ആരെങ്കിലും
ആരെങ്കിലും ആ തങ്ങൾ ഉപദ്രവിക്കാൻ വന്നു, എന്റെ മുന്നിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദീജ ഭയപ്പെടേണ്ടതില്ല, അതാരുമല്ല ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ വന്നിട്ട് വല്ലാത്തൊരു വാർത്തയുമായിട്ട് വന്നതാണ്. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അതതക ഖദീജ, ഖദീജ ഇങ്ങോട്ട് ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖദീജയോട് അല്ലാഹുവിന്റെ സലാം ഉണ്ടെന്ന് പറയണം. അല്ലാഹുവിന്റെ സലാം ഈ ഭൂമിയിൽ കിട്ടിയ ഒരേ ഒരു മഹദിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. അതിന്റെ കാരണം എന്താണ്? ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് മനസ്സിലാക്കി, ഭർത്താവിന് ഭക്ഷണം ആവശ്യമുണ്ടാവുമെന്ന് കരുതി ഭർത്താവിനോടുള്ള ഏറ്റവും സ്നേഹത്തോടെ ഒരുക്കി കൊടുത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ സലാം ലഭിച്ചു. അതുകൊണ്ട് ഒരു ഭാര്യ എപ്പോഴും അല്ലാഹുവിന്റെ സലാം ലഭിക്കാനുള്ള കാരണോ ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ്, ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോഴാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീബിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഖദീജ ബീബിയെ കുറിച്ച് എപ്പോഴും ഓർക്കാറുണ്ട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കെപ്പോഴും ഖദീജയെ പോലെ ആകാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഖദീജ ഇത്രയും വലിയ സ്ഥാനം അങ്ങയുടെ മനസ്സിൽ ഉണ്ടാവാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, ആരാണ് ഖദീജ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? എല്ലാവരും എന്നെ അവഗണിച്ചൊരു കാലമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കല്യാണം തീരുമാനിക്കുമ്പോ ആരുമായിട്ട്? ഖദീജ എന്ന് പറയുന്ന മക്കയിലെ സമ്പന്നയായ, അക്കാലത്ത് മക്കയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെ ഒന്നാമത്തെ നമ്പറാണ് ഖദീജ ബീബി. ആ ഖദീജയുമായിട്ട് കല്യാണം തീരുമാനിച്ചപ്പോ സാക്ഷാൽ മുത്തുനബി തങ്ങളുടെ എളാപ്പയായ അബൂലഹബാണ് കല്യാണം മുടക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദിനോടാണോ കല്യാണം? ഒരിക്കലും അത് നടക്കൂല. കാരണം മുഹമ്മദ് ഒരു പാവപ്പെട്ടവനാണ്, ഒന്നുമില്ലാത്തവനാണ്. അബൂ ത്വാലിബിന്റെ വീട് പട്ടിണിയാണ്. ആ പട്ടിണിയുള്ള വീട്ടിലാണ് മുഹമ്മദ് വളർന്നത്. അതുകൊണ്ട് കല്യാണം കെട്ടിച്ചു കൊടുക്കരുത്. മക്കയിലെ പ്രമാണികളോട് പോയിട്ട് അബൂലഹബ് പറഞ്ഞു. അബൂജഹലിനും വെറുപ്പുണ്ട്. എല്ലാവരും പറഞ്ഞ കാരണം എന്നാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത ആള്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കല്യാണം കഴിഞ്ഞപ്പോ ഒരു ഭർത്താവിനെ സ്നേഹിക്കേണ്ടതിന്റെ മാനദണ്ഡമാ പറയുന്നത്, ഭർത്താവിനെ സംരക്ഷിക്കേണ്ടതിന്റെ, ഭർത്താവിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ചെറിയ ചരിത്രമാ പറയുന്നത്. കല്യാണം കഴിഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നല്ലൊരു ഭക്ഷണം തയ്യാറാക്കി, ആടുകളെ അറുത്തിട്ട് നല്ലൊരു സദ്യ, കല്യാണത്തിന്റെ സൽക്കാരം. മക്കയിലെ സർവ്വ കുബേരന്മാരെയും ഏറ്റവും വലിയ പണക്കാരെയും ഖുറൈശി തറവാട്ടിലെ മുഴുവൻ കാരണവന്മാരെയും സദ്യക്ക് വിളിച്ചു. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അള്ളാന്റെ ഹബീബിനെ ചേർത്ത് നിർത്തിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഒരു പ്രസംഗം, ജനങ്ങളെ, ഈ ഖദീജയുടെ ഭർത്താവായിട്ട് ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ നിങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമില്ലേ, പാവപ്പെട്ടവനാണ്, ഞാൻ സമ്പന്നയാണെന്നല്ലേ പറഞ്ഞത്? എങ്കിലൊരു കാര്യം കേൾക്കണേ, എന്റെ എല്ലാ സമ്പത്തും ഇന്നു മുതൽ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അതാ പിന്നീട് പറഞ്ഞത്, വവജദക ആയിലൻ ഫഅഗ്നാ.
മുത്തുനബി തങ്ങൾ വല്ലാതെ സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നപ്പോ അല്ല തങ്ങളെ സമ്പന്നനാക്കി ബി ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹ. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാം, ഖദീജ ബീബിയിലൂടെ മുത്തുനബിയെ അല്ലാഹു സമ്പന്നനാക്കി. ഖദീജ ബി പറയാ, നിങ്ങൾ പറഞ്ഞത് ഈ പാവപ്പെട്ട ആളാ എന്റെ ഭർത്താവ് എന്നല്ല, ഇന്നു മുതൽ എന്റെ സമ്പത്ത് മുഴുവനും ഇതാ മുത്തുനബി തങ്ങൾ കൊടുത്തിരിക്കുന്നു. നബിയായിട്ടില്ല, ആ പ്രവാചകനാകാ പോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ജനങ്ങളെ മുന്നിൽ ആത്മാഭിമാനം ഉയർത്തിയ മഹദിയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ആത്മാഭിമാന ബോധമാണ്. ഭർത്താവിന് വേണ്ടതൊക്കെ ഏറ്റവും വലിയ പണക്കാരിയായിട്ട് പോലും നബി തങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഒരുക്കി കൊടുത്തു. ഭക്ഷണം ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ ഏറ്റവും നല്ല മനസ്സോടെ ഒരുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്ഷണവും ഭക്ഷണമല്ല. ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹലാലും ത്വയ്യിബാവണം. ഹലാല് മാത്രമായിട്ട് കാര്യമില്ല. ഹലാലും ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നതാ ഹലാലും ത്വയ്യിബ്. അതെങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാല്, ഭർത്താവ് വരുന്നുണ്ട് 9 മണിക്ക് വിളിച്ചു പറഞ്ഞു, ഞാനിതാ 9:30 എത്തും. പഠിച്ചോരെ, ഭർത്താവ് ഇന്ന് വരുന്നുണ്ട്, കുറെ ദിവസമായി വീട്ടിലെത്തിയിട്ട്, അതുകൊണ്ട് ഭർത്താവിന് നല്ല വിഭവം ഒരുക്കണം. വയനാട് ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മരിച്ചു, അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം പറയും, ഞാൻ രാത്രി എത്ര വൈകി വീട്ടിലെത്തിയാലും എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഒരു നല്ലൊരു ആംബ്ലേറ്റ് അടിച്ചു വെക്കും. അത് വല്ലാത്തൊരു ടേസ്റ്റ്, എനിക്ക് മാത്രം ഉണ്ടാക്കി തരില്ല അവള്. നല്ലൊരു മനുഷ്യരായിരുന്നു. അപ്പോ ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സോടെ ഭർത്താവിന് വേണ്ടി നല്ല ചപ്പാത്തി ഒറോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചാൽ അത് തിന്നുന്ന ഭർത്താവിന് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ഹിമ്മത്ത് ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും. ചില ഭാര്യമാരുടെ സ്വഭാവം എന്താ, 9 മണിക്ക് വരുന്നതാണ്, പണ്ടാരെന്നാ വരാൻ കണ്ട് ഒരുത്തം കണ്ട സാധനം എന്ന് പറഞ്ഞ വാട കുത്തി കലക്കി എന്തോ ഒരു മുളക്ക് വാട വെള്ളം വെച്ചിട്ട് അടുത്തുന്നൂടെ മഴ കയറ്റിയോളൂ അറിയും. ഈ ഭക്ഷണം കഴിച്ചാൽ ഉള്ള ആരോഗ്യം ഷുഗറും പ്രശ്നമായിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുവരും. ഇതേപോലെ ആ ചെറിയ മക്കള് മുലയൂട്ടുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ രാത്രിയൊക്കെ കുട്ടികൾ ഉണർന്നിട്ട് കരയും മുല കുടിക്കാൻ. നേരം വെളുക്കണരേ കുടിപ്പിച്ചേനി, ഇപ്പണ്ട് ഞാനൊന്ന് കടക്കാൻ നിൽക്കുമ്പോ ഈ പണ്ടാര നീശിണ് എന്നിട്ട് കുടിച്ചൂട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ആ കൊടുക്കുന്നത് കൊടും വിഷ. നിങ്ങൾ മുലയൂട്ടിൽ കാര്യമില്ല, നിങ്ങളെ കുട്ടി നന്നാവില്ല, തേനിച്ച തമ്മാടിയായി മാറും. അതേസമയം നിങ്ങൾ മുലയൂട്ടുമ്പോഴെല്ലാം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് മുലപ്പാൽ. ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കാൻ പറ്റുന്ന എന്തൊരു മനസ്സാണ് ഉമ്മമാർക്ക് അള്ളാഹു കൊടുത്തത്. കോഴിക്കോട് ഒരു പെണ്ണൊക്കെ വാട മുറിച്ചിയായിട്ട് ആണാന്ന് നോക്കി അവസാനം പെണ്ണുങ്ങൾ പേറുന്ന ലേബർ പോയി പറ്റിട്ട് പിന്നെയും പറയാൻ ഞാൻ ആണാണ്. ഇത്ര വിഡ്ഢത്തെ ലോകത്ത് വേറെ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കി. പക്ഷെ എങ്ങാതി എല്ലാ സാധനം മുറിച്ചാൽ തീരുമാനിച്ച അവസാനം ഗർഭപാത്രം മുറിച്ചാൻ കഴിയുന്നില്ല. അതൊക്കെ വാടെ വെച്ചിട്ട് ഒരുപാട് പള്ളേലായിട്ട് ലേബർ റൂമിൽ പോയിട്ട് ഞാൻ ആണാണ്. ലേബർ റൂമിൽ പിന്നെ പെണ്ണല്ലാതെ ഉണ്ടാവുമോ? എന്നിട്ട് ഓന് പ്രസവിക്കാൻ നിൽക്കുമ്പോ ഓൻ പറയാ, എന്ത് പിന്നെ എനിക്ക് മുല ഇല്ലാത്തോണ്ട് മുലയൂട്ടാൻ കഴിയുന്നില്ല, വല്ലാത്ത ടെൻഷനായി പോയി. എത്ര വിവരക്കേട് ചെയ്തിട്ട് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് വേറെ ചെങ്ങായി കുറെ മുടി വെച്ചിട്ട് ഞാൻ പെണ്ണാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനോട് പറയാം എന്നെ പെണ്ണാക്കി തരുമോ? ഗവൺമെന്റ് പറഞ്ഞ അങ്ങനത്തെ സിസ്റ്റം ഒന്നും ദുനിയാവിൽ എവിടെ ഇല്ല, അതൊന്നും ലോകത്ത് നടക്കുന്ന സാധനമല്ല, അതൊക്കെ കുറെ പൊട്ടത്തരം എന്നല്ലാതെ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ മുലയൂട്ടുക എന്നത് അത് സ്ത്രീകൾക്ക് കൊടുത്ത് അള്ളാഹു കൊടുത്ത വല്ലാത്തൊരു സന്തോഷമുള്ള വിഷയമാണ്. അപ്പൊ സന്തോഷത്തോടെ ബിസ്മി ചൊല്ലിയിട്ടാണ് മുലയൂട്ടേണ്ടത്. അത് ഹലാലും ത്വയ്യിബുമായ മുലപ്പാല. ഇത് കുടിക്കുന്ന കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാവും. കുട്ടികളൊക്കെ മദ്രസയില് 2ാം ക്ലാസ്സിലെത്തി ബുദ്ധി ഉസ്താദെ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒന്ന് കാട്ടിയെന്നുണ്ട്, അങ്ങനെ കാട്ടാന സാധനം നല്ലത്, ഇത് ബുദ്ധി ഉണ്ടാ നേരത്തെ ആലോചിക്കണം. ഇവിടെ ഇങ്ങനെ 2ാം ക്ലാസ്സിലിട്ട് ഇദാജാ നസ്റുല്ലാഹി ഇങ്ങനെ ഇരിച്ചിട്ട് ഉസ്താദ് ഇദാജാ ഓതിട്ട് ഇദാജാ ആകുന്നില്ല, അവന്റെ ചെവിയാണ് ആ ജാ ആണത്. അങ്ങനെ ആയിട്ടൊരു കാര്യമില്ല. ഈ കുട്ടിക്ക് കൊടുക്കുന്ന ആദ്യത്തെ മുലപ്പാല് മുതൽ ശ്രദ്ധിക്കണം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ സഹോദരിമാർ എപ്പോഴും ശ്രദ്ധിക്കണം ഭക്ഷണം ഉണ്ടായി കൊടുക്കുമ്പോ. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു ഉസ്താദുമാർ ഞാൻ ഇപ്പൊ അടുത്തിങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ഒരു 11 മണിയാകുമ്പോൾ എന്റെ നാട്ടിലൊരു രാമൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സുഹൃത്തിന്റെ കടണ്ട്. അവിടെ ഇങ്ങനെ കയറിയപ്പോ രാമൻ പറയാ, നിങ്ങളെ കാര്യം ഭയങ്കര സംഭവമാണ്. എന്താ രാമ, നിങ്ങളെ കാര്യം എന്ന് പറഞ്ഞാല് ഞമ്മളൊക്കെ പുരയിലടെത്തി കഴിഞ്ഞാല് പെണ്ണുങ്ങൾ പറയും ഗ്യാസിന്റെ ബില്ല് നടക്കാണ്ട്, കറണ്ടിന്റെ ബില്ല് ഒന്നാണ്, വെള്ളത്തിന്റെ ബില്ല് ഒന്നാണ്. ഇതാ പറയാ. നിങ്ങൾ പുരയിലെത്തിയാല് അവിടുന്ന് ഒരു 500 ഇങ്ങോട്ട് വന്നാണ്, ഇവിടുത്തെ 200 ഇങ്ങോട്ട് വന്ന്, ഇതാ നിങ്ങളെ പുരയിൽ പറയാ.
ആന്താരാമാജി അങ്ങനെ അത് നിങ്ങളെ ജീവിതത്തിന്റെ നിങ്ങൾ തിന്നുന്ന ഭക്ഷണമൊക്കെ മനുഷ്യന്മാർ ഇഷ്ടപ്പെട്ട് തരാം. നമ്മളതൊക്കെ എങ്ങനെയോ തിന്നൂടാണ് ഞങ്ങള്. രാമൻ പറഞ്ഞതാ, ഓ മനസ്സിലാക്കിയ സത്യ. അപ്പൊ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു 90% വീട്ടില് എന്റെ നാട്ടിലൊക്കെ എവിടുത്തെ അതിനേക്കാൾ ഉഷാറായിരിക്കും. എന്റെ നാട്ടിലൊക്കെ ഉസ്താദന്മാരെ ചെലവുണ്ടെന്നാണ്. അന്ന് പണിയൊക്കെ ലീവാക്കിയിട്ട് അതിന് മാത്രം സാധനം വാങ്ങിയിട്ട് ഒരു ദിവസം ഉസ്താദന്മാര് ചെലവിനുണ്ട് എന്ന് പറഞ്ഞിട്ട് തിന്നാതെ പോയ പുരക്കാർക്ക് ഭയങ്കര വിഷമാ. കാരണം അവർക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിട്ട് എന്റെ ഭാര്യക്ക് ഉസ്താദന്മാര് ചെലവുണ്ടെങ്കിൽ തലേന്ന് രാത്രി എന്നെ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ വയലറിയുമ്പോണ്ടാവും ഫോട്ടോ അങ്ങനെ അയക്കുണ്ടാവും. കോഴി കുഴച്ചത് മറ്റേ മീന് വറവിട്ടത് ഒക്കെ ഫോട്ടോ അങ്ങനെ അയക്കും. 12 ഞാൻ പോകും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് കാഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പൊ അത്രയും ഉസ്താദുമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഉസ്താദുമാർക്ക് രോഗം കുറവാണ്. അതുകൊണ്ട് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി. എന്നാലും കൂട്ടി കൊടുക്കണം, വേറെ ചർച്ച. എന്നാലും ആ കുറഞ്ഞ ശമ്പളം കൊണ്ട് വല്ലാതെ സന്തോഷം ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാ? കിട്ടുന്ന ഭക്ഷണം നല്ല സന്തോഷത്തോടെ നൽകുന്ന ഭക്ഷണ. ഇത് ഭാര്യമാര് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നല്ല മനസ്സോടെയാണ്, എത്ര ചെറിയ ഭക്ഷണമാണെങ്കിലും നല്ല മനസ്സോടെ തയ്യാറാക്കണം. അതാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ നല്ല മനസ്സോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരൊക്കെ അങ്ങനെയായിരുന്നു. ഹഫ്സാ ബീബി റളിയല്ലാഹു അൻഹാ എല്ലാ ദിവസവും അസർ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ ഒന്ന് വിളിച്ചിട്ട് ഒരു തേൻ കൊടുക്കാറുണ്ടായിരുന്നു. വല്ലാത്ത ഇഷ്ടമാണ് നബി തങ്ങൾക്ക്. സൈനബ് റളിയല്ലാഹു അൻഹ സുബ്ഹാനല്ലാഹ്, സൈനബ് ബീബിയുടെ പണി എന്താണെന്നറിയോ? പാവങ്ങൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന പണിയാണ്. നബി തങ്ങൾ സൈനബ് ബീബിക്ക് പേര് വെച്ചത് ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ എന്നാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ കയ്യിൽ കിട്ടുന്നത് മുഴുവനും ഭക്ഷണമാക്കിയിട്ട് വിതരണം ചെയ്യും. വല്ലാത്ത സ്വതക്കയായിരുന്നു. ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട യതീം മക്കളെ 2 മക്കളെയുമായിട്ടൊരു പാവപ്പെട്ട ഉമ്മ വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വന്നതാണ്. നബി തങ്ങൾ വീട്ടിലില്ല. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, ആയിഷൂ, ഈ 2 മക്കളും യതീമാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അതുകൊണ്ട് വല്ലതും തരുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മുത്തുനബി തങ്ങളുടെ വീട് ചെറിയൊരു വീടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ വീട്ടില് 3 പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മുത്തുനബി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം ശുദ്ധമായ വെള്ളം സൂക്ഷിക്കുന്ന പാത്രം, 2 ഈത്തപ്പഴം സൂക്ഷിക്കുന്ന പാത്രം, 3 ഉണക്കറൊട്ടി സൂക്ഷിക്കുന്ന പാത്രം. ഈ 3 പാത്രമല്ലാതെ മറ്റൊരു സംഭരണി അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ ഈത്തപ്പഴത്തിന്റെ 3 ഈത്തപ്പഴം ആ പാത്രത്തിലുണ്ട്. അതെടുത്തിട്ട് ഞാനതാ ഈ ഉമ്മാന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉമ്മ വേഗം അതിൽ ഒന്നെടുത്തിട്ട് ഒരു യതീം കുട്ടിക്ക്, മറ്റേത് അടുത്ത യതീം കുട്ടിക്കും കൊടുത്തു. 2 പേരും പെട്ടെന്ന് തിന്നു. 3ാമത്തെ ഉമ്മ തൊള്ളയിലേക്ക് വെച്ചപ്പോ 2 പേരും ചാടിയിട്ട് പിടിച്ചുമ്മ അതും കൂടി വേണം, വിശപ്പ് മാറിയിട്ടില്ല. ഉമ്മ അത് 2 കഷ്ണമായി മക്കൾക്ക് കൊടുത്തു. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇരിക്കട്ടെ. സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ല ഭാര്യയുടെ സ്വഭാവം. ഭർത്താവിന് വേണ്ടി നല്ല പ്രാർത്ഥന നടത്തുന്നവരാണ് നല്ല ഭാര്യ. ഒരു വീടിന്റെ സമാധാനത്തിന് വീട് എപ്പോഴും നല്ല സുഗന്ധമുള്ള വൃത്തിയുള്ള വീടായി സൂക്ഷിക്കണം. അതിന് നല്ല അടുക്കും ചിട്ടയുമുള്ള ഭാര്യമാരാണെങ്കിൽ വീടെന്തൊരു സമ്പന്നമാ. നേരെ 3 മണിക്കാണ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നതെങ്കിൽ ഭാര്യമാര് 2:45 ക്ലീൻ ചെയ്ത് വീടൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് നല്ല ആഭരണം ധരിച്ച് ഇങ്ങനെ ഭർത്താവിനെ കാത്തിരിക്കണം. എന്നിട്ട് ഭർത്താവ് ഇങ്ങനെ 2:45 3 മണിക്ക് ഇങ്ങനെ കയറി വരുമ്പോ ആ ഭർത്താവിനെ സ്വീകരിക്കും മഹാനായ സയ്യിദ് അവറുകൾ. മാഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിലേക്ക് വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾക്കും അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ.